സോംബി അപ്പോക്കലിപ്സ് എന്ന ആശയം ഇന്ന് ലോകമെമ്പാടും ജനപ്രിയമാണ്. സിനിമകൾ, ടെലിവിഷൻ പരമ്പരകൾ, വീഡിയോ ഗെയിമുകൾ, നോവലുകൾ എന്നിവയിലൂടെ ഈ ആശയം ജനങ്ങൾക്കിടയിൽ ഒരു ഭീതിജനകവും എന്നാൽ ജനപ്രിയവുമായ വിനോദമായി മാറിയിരിക്കുന്നു. എന്നാൽ ഒരു സോംബി അപ്പോക്കലിപ്സ് യഥാർത്ഥമായി സംഭവിച്ചാൽ എന്താകും? മനുഷ്യരാശിയുടെ ഭാവി, സമൂഹം, സംസ്കാരം, ശാസ്ത്രം, സാമ്പത്തിക വ്യവസ്ഥ, മനുഷ്യന്റെ മനസ്സ് എന്നിവയെ ഇതെങ്ങനെ ബാധിക്കും? ഈ വീഡിയോയിൽ മലയാളി പ്രേക്ഷകർക്കായി ഒരു സോംബി അപ്പോക്കലിപ്സിന്റെ വിവിധ വശങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, മനുഷ്യന്റെ അതിജീവന സാധ്യതകൾ എന്നിവ വിശദമായി വിവരിക്കുന്നു. വെൽക്കം ബാക്ക്. സോംബി അപ്പോക്കലിപ്സ് എന്നത് ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഒരു വൈറസോ രോഗമോ അല്ലെങ്കിൽ അജ്ഞാതമായ ഒരു ശക്തിയോ മനുഷ്യരെ സോംബികളാക്കി മാറ്റുന്നു. സോംബികൾ എന്നത് സാധാരണയായി മനുഷ്യ ശരീരത്തിന്റെ രൂപമുള്ള, പക്ഷെ ബുദ്ധിയോ യുക്തിയോ ഇല്ലാതെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന, മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ജീവികളായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യം സിനിമകളിൽ പലപ്പോഴും ഒരു വൈറസ് വ്യാപനത്തിന്റെ ഫലമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ദ വാക്കിംഗ് ഡെഡ് അല്ലെങ്കിൽ വേൾഡ് വാർ Z പോലുള്ള സിനിമകളിൽ. മലയാളി സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരമൊരു സാഹചര്യം സങ്കല്പിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കണക്കിലെടുക്കുമ്പോൾ ഒരു സോംബി അപ്പോക്കലിപ്സ് ഈ പ്രദേശത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കേണ്ടത് പ്രധാനമാണ്. ഒരു സോംബി അപ്പോക്കലിപ്സിന്റെ തുടക്കം സാധാരണയായി വൈറസിന്റെ വ്യാപനത്തോടെയാണ്. ഈ വൈറസ് മനുഷ്യരെ അവരുടെ ബോധം നഷ്ടപ്പെടുത്തി അക്രമ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നു. മലയാളി സമൂഹത്തിൽ ഇത്തരമൊരു രോഗം വ്യാപിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നഗര കേന്ദ്രങ്ങൾ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ ജനസാന്ദ്രത കൂടുതലാണ്. ഒരു വൈറസ് ഇവിടെ വ്യാപിച്ചാൽ അത് വളരെ വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്. ഗതാഗത കേന്ദ്രങ്ങൾ. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ വൈറസ് വ്യാപനത്തിനുള്ള പ്രധാന കേന്ദ്രങ്ങളാണ്. വിനോദസ്ഥലങ്ങൾ. ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയിലും രോഗം വേഗത്തിൽ പടരാം. ഒരു സോംബി വൈറസ് പടരുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ഒരു പനി, ക്ഷീണം അല്ലെങ്കിൽ അസാധാരണമായ പെരുമാറ്റം എന്നിവയായിരിക്കാം ആദ്യ ലക്ഷണങ്ങൾ. എന്നാൽ ഈ ലക്ഷണങ്ങൾ ഗൗരവമായി എടുക്കാതിരുന്നാൽ സ്ഥിതി വളരെ വേഗം വഷളാകും. ഒരു സോംബി അപ്പോക്കലിപ്സ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടനകളെ എങ്ങനെ ബാധിക്കും? ഒന്നാമത്തേത് സർക്കാർ സംവിധാനങ്ങൾ. ഒരു വൈറസ് വ്യാപനം നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുമെങ്കിലും ജനങ്ങൾക്കിടയിലെ പരിഭ്രാന്തി, വിവരക്കുറവും സ്ഥിതി വഷളാക്കും. പോലീസ്, സൈന്യം, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് സോംബികളെ നേരിടാൻ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ. വൈദ്യുതി, വെള്ളം, ഇൻ്റർനെറ്റ് എന്നിവയുടെ വിതരണം തടസ്സപ്പെടും. കേരളത്തിൽ വൈദ്യുതി തടസ്സപ്പെട്ടാൽ ആശുപത്രികൾ, വീടുകൾ, ഗതാഗതം എന്നിവയെല്ലാം പ്രതിസന്ധിയിലാക്കും. ഇൻ്റർനെറ്റും ഫോൺ ശൃംഖലകളും തകരാറിലാക്കും. ഇത് ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. കടകൾ, ബാങ്കുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവ അടച്ചുപൂട്ടപ്പെടും. ഭക്ഷണം, ഇന്ധനം, മരുന്നുകൾ എന്നിവയുടെ അളവ് കുറയും. കേരളത്തിൻ്റെ സന്ദർഭത്തിൽ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ പരിഭ്രാന്തി വേഗത്തിൽ പടരും. ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾക്ക് താൽക്കാലികമായി ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഭക്ഷണവും മറ്റ് ആവശ്യ വസ്തുക്കളും തീർന്നു കഴിഞ്ഞാൽ അവർക്കും നഗരങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇത് സോംബി ആക്രമണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഒരു സോംബി അപ്പോക്കലിപ്സിൽ മനുഷ്യൻ്റെ മനോവീര്യം ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാകും. മലയാളി സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളും സാമുദായിക ഐക്യവും എല്ലായ്പ്പോഴും ശക്തമാണ്. എന്നാൽ ഒരു അപ്പോക്കലിപ്സ് സാഹചര്യത്തിൽ ഈ ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടും. ചിലർ ഭയത്താൽ തളർന്നു പോകുമെങ്കിലും മറ്റുള്ളവർ അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പോരാടാൻ തയ്യാറാകും. ഓരോ സമൂഹത്തിലും നേതാക്കൾ ഉയർന്നു വരും. ഇവർ സോംബികളെ നേരിടാനും മറ്റുള്ളവരെ സുരക്ഷിതമായി സ്ഥലങ്ങളിലേക്ക് നയിക്കാനും ശ്രമിക്കും. ഭക്ഷണവും മരുന്നും ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യൻ്റെ നൈതിക മൂല്യങ്ങൾ പരീക്ഷിക്കപ്പെടും. ചിലർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപേക്ഷിക്കുമെങ്കിലും മറ്റു ചിലർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കും. കേരളത്തിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റു തൊഴിലാളികൾ എന്നിവർക്ക് അവരുടെ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് അതിജീവിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവർക്ക് സോംബികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ആയുധങ്ങളോ പരിശീലനമോ ഉണ്ടാകണമെന്നില്ല. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഒരു സോംബി അപ്പോക്കലിപ്സിൽ അതിജീവനത്തിന് ഗുണവും ദോഷവും ഒരുപോലെ വരുത്തും. കേരളത്തിൻ്റെ ജലാശയങ്ങൾ സോംബികളിൽ നിന്ന് ഒരു സ്വാഭാവിക തടസ്സമായി പ്രവർത്തിച്ചേക്കാം. ഉദാഹരണത്തിന് വള്ളങ്ങളിലോ ബോട്ടുകളിലോ താമസിക്കുന്നവർക്ക് താൽക്കാലിക സുരക്ഷ ലഭിച്ചേക്കാം. മൂന്നാർ, വയനാട്, ഇടുക്കി തുടങ്ങിയ മലനിരകൾ സോംബികളിൽ നിന്ന് ഒളിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളാണ്.
എന്നാൽ ഭക്ഷണവും മറ്റു വിഭവങ്ങളും കിട്ടാതെ വരുമ്പോൾ ഈ പ്രദേശങ്ങളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങൾ വൈറസിൻ്റെ വ്യാപനത്തിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ജനസാന്ദ്രത കൂടുതലുള്ളതിനാൽ ഇവിടെ സോംബികളുടെ എണ്ണവും കൂടുതലായിരിക്കും. ഒരു സോംബി വൈറസിനെ നേരിടാൻ ശാസ്ത്രജ്ഞർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കും. എന്നാൽ ഇതിന് സമയം ആവശ്യമാണ്. അതിനിടയിൽ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം രോഗബാധിതരാകാൻ സാധ്യതയുണ്ട്. സോംബികളെ നേരിടാൻ ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ വെടിമരുന്ന്, ഇന്ധനം എന്നിവ പരിമിതമാകുമ്പോൾ പരമ്പരാഗത ആയുധങ്ങളായ വാൾ, കുന്തം, വില്ല് എന്നിവ ഉപയോഗിക്കേണ്ടി വരും. ഡ്രോണുകൾ, റോബോട്ടുകൾ, സുരക്ഷാ ക്യാമറകൾ എന്നിവ സോംബികളെ നിരീക്ഷിക്കാനും ആക്രമണങ്ങൾ തടയാനും ഉപയോഗിക്കാം. മലയാളി സമൂഹത്തിൽ മതവും സംസ്കാരവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു സോംബി അപ്പോക്കലിപ്സ് ഈ വശങ്ങളെ എങ്ങനെ ബാധിക്കും? ചിലർ ഇതിനെ ഒരു ദൈവിക ശിക്ഷയായോ അന്ത്യകാലത്തിൻ്റെ സൂചനയായോ കാണും. ഇത് മതപരമായ ആചാരങ്ങളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. കലാ, സാഹിത്യം, സിനിമ എന്നിവയുടെ രൂപം മാറും. അതിജീവന കഥകളും സോംബി നേതൃത്വ കഥകളും കൂടുതൽ ജനപ്രിയമാകും. കുടുംബങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ സോംബി ആക്രമണത്തിൻ്റെ ഭീതിയിൽ ചിലർ ഒറ്റപ്പെട്ടു പോയേക്കാം. ഒരു സോംബി അപ്പോക്കലിപ്സിൽ അതിജീവിക്കാൻ മലയാളിക്ക് എന്ത് തന്ത്രങ്ങൾ സ്വീകരിക്കാം? സുരക്ഷിത സ്ഥലങ്ങൾ, മലനിരകൾ, ദ്വീപുകൾ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ഭക്ഷണം, വെള്ളം, മരുന്നുകൾ, ആയുധങ്ങൾ എന്നിവ ശേഖരിക്കുക. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ഒരു സമൂഹമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. റേഡിയോ, വാക്കി ടോക്കി എന്നിവ ഉപയോഗിച്ച് മറ്റ് അതിജീവനക്കാരുമായി ബന്ധം പുലർത്തുക. ആത്മരക്ഷ, ആയുധം ഉപയോഗം, പ്രഥമ ശുശ്രൂഷ എന്നിവ പഠിക്കുക. ഒരു സോംബി അപ്പോക്കലിപ്സിൻ്റെ ഭീകരതയ്ക്കിടയിലും മനുഷ്യൻ്റെ അതിജീവന ശേഷി പ്രതീക്ഷ നൽകുന്നു. മലയാളി സമൂഹത്തിൻ്റെ ഐക്യവും കഠിനാധ്വാനവും വിഭവങ്ങളോടുള്ള അശ്രദ്ധത്വവും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കും. ശാസ്ത്രജ്ഞർ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയോ സോംബികളെ നിയന്ത്രിക്കാൻ മാർഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ മനുഷ്യരാശിക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം കുറിക്കാൻ കഴിയും. ഒരു സോംബി അപ്പോക്കലിപ്സ് എന്നത് ഒരു സാങ്കല്പിക ആശയമാണ്. പക്ഷേ ഇത് മനുഷ്യൻ്റെ അതിജീവന ശേഷിയെ, സമൂഹത്തിൻ്റെ ഘടനയെ, മനോവീര്യത്തെ എല്ലാം പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. മലയാളി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, സാമുദായിക ഐക്യം, വിഭവ സമൃദ്ധി എന്നിവ ഈ പ്രതിസന്ധിയെ നേരിടാൻ സഹായമാകും. എന്നിരുന്നാലും ഒരു സോംബി അപ്പോക്കലിപ്സിൻ്റെ ഭീകരതയെ മറികടക്കാൻ ധൈര്യം, ബുദ്ധി, ഒത്തൊരുമ എന്നിവ അനിവാര്യമാണ്. ഈ വീഡിയോയിൽ ഒരു സോംബി അപ്പോക്കലിപ്സിൻ്റെ സാധ്യതകളെ മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം മനുഷ്യൻ്റെ അതിജീവന ശേഷിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷാ സന്ദേശവും നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.